ഇടുക്കി നെടുങ്കണ്ടത്തെ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു. സന്യാസിയോട സ്വദേശി രാമചന്ദ്രൻ പിള്ളയുടെ വീടാണ് തകർന്നത്. നിതിൻ തോമസ് ചേരുന്നുണ്ട്. നിതിൻ, ശക്തമായ കാറ്റ് പലയിടങ്ങളിലും വീശിയടിക്കുന്നു, മരങ്ങൾ കടപുഴകി വീഴുന്നു. നെടുങ്കണ്ടത്തെ സംഭവം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, എത്രത്തോളം നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്? പ്രജീഷ്, ഇന്ന് മഴയ്ക്ക് അല്പം ശമനം ഉണ്ടായിരുന്നെങ്കിലും ശക്തമായ കാറ്റ് ഈ നെടുങ്കണ്ടം ഭാഗത്തൊക്കെ തുടരുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോട് കൂടിയിട്ട് ഉണ്ടായ ഒരു ശക്തമായ കാറ്റിലാണ് മരം വീണ് വീട് ഭാഗികമായി തകർന്നത്. സന്യാസിയോടെ കുന്നപ്പള്ളി രാമേന്ദ്രൻ പിള്ളയുടെ വീടാണ് തകർന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിയോടെ കൂടിയായിരുന്നു സംഭവം. കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കാറ്റാണ് മേഖലയിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. വീടിന്റെ മേൽക്കൂരയുടെ ഭാഗത്തേക്കാണ് മരച്ചില്ല ഒടിഞ്ഞു വീണത്. വീടിന്റെ മുകൾ ഭാഗം ഉൾപ്പെടെ ഭാഗികമായി തകർന്നിരിക്കുകയാണ്. പ്രജീഷ്, ഇതിനാണ് വിവരം നൽകിയത്. പലപ്പോഴായി നമ്മൾ ജാഗ്രത നിർദ്ദേശം നൽകുന്നതാണ്. മഴക്കാലം കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ കാറ്റും വീശിയടിക്കുന്നുണ്ട്. പല മേഖലയിലും, പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെ കാറ്റ് അതിശക്തമായി മാറുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ മരങ്ങൾ കടപുഴകി വീഴാം. മാത്രമല്ല ലൈൻ കമ്പി, വൈദ്യുതി ലൈനൊക്കെ തന്നെ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു. മരണങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ തികഞ്ഞ ജാഗ്രത പാലിക്കണം.